സുബ്രഹ്മണ്യ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥി ആണ്. മൊബൈൽ നമ്പർ 8139062370. ഇത് ഞാനൊരു ചെറുകഥ അവതരിപ്പിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. കഥയുടെ പേരാണ് അജ്ഞാനി വിജ്ഞാനിയായ കഥ. സുധാകരൻ 45 വയസ്സോട് അടുക്കുന്ന ഒരു മധ്യവയസ്കനാണ്. അദ്ദേഹം തൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് എന്ന് വെച്ചാൽ, വിദ്യാഭ്യാസ കാലത്ത് എനിക്ക് നല്ലൊരു ജീവിതം നയിക്കുന്നതിനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം സ്കൂൾ തലത്തിൽ നിന്നും എനിക്ക് ലഭിച്ചില്ല എന്നത് ആണ്. ആയതിനാൽ അദ്ദേഹം പഠിച്ചിരുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകന് ഒരു അപേക്ഷ നൽകുകയാണ്. എൻ്റെ പഠനകാലത്ത് എനിക്ക് ഈ സ്കൂളിൽ നിന്നും നല്ലൊരു ജീവിതം നയിക്കുന്നതിനായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ചില്ല. ആയതിനാൽ ഞാൻ സ്കൂളിൽ അടച്ച ഫീസ് മുഴുവനും എനിക്ക് പൂർണ്ണമായി തിരിച്ചു തരണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ ഒരു അപേക്ഷ പ്രധാന അധ്യാപകന് ലഭിച്ചപ്പോൾ പ്രധാന അധ്യാപകൻ അത്ഭുതപ്പെട്ടു പോയി. എന്തു തന്നെയായാലും ഈ സുധാകരനെ വിളിച്ചുകൊണ്ട് എന്താണ് ഇതിന് ഒരു പരിഹാരം ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ച ശേഷം ഒരു ദിവസം സുധാകരനോട് സ്കൂളിലേക്ക് വരുന്നതിനായി ആജ്ഞാപിച്ചു. അങ്ങനെ സുധാകരൻ ആ സ്കൂളിൽ എത്തി പ്രധാന അധ്യാപകനെ കണ്ടു. തൻ്റെ അപേക്ഷയെക്കുറിച്ച് എനിക്ക് ഒരു ഉത്തരമാണ് ലഭിക്കേണ്ടത് എന്ന് പറഞ്ഞ സുധാകരനോട്, ഞങ്ങളുടെ 2-3 അധ്യാപകർ നിങ്ങളെ പരീക്ഷിക്കുന്നതായിരിക്കും. ആ പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ സ്കൂളിൽ ആ കാലഘട്ടത്ത് അടച്ച ഫീസ് മുഴുവനും ഞങ്ങൾ തിരിച്ച് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സുധാകരനോട് അല്പനേരം പുറത്ത് ഇരിക്കുവാനായി പറഞ്ഞ് പ്രധാന അധ്യാപകൻ ഊർജതന്ത്രം അധ്യാപകനെയും സാമൂഹ്യ പാഠം അധ്യാപകനെയും കണക്ക് അധ്യാപകനെയും വിളിച്ച് ഈ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അപേക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ആ വ്യക്തിയെ പരീക്ഷിക്കാം എന്ന ഒരു തീരുമാനത്തിൽ അവരെത്തുകയാണ് ചെയ്തത്. അങ്ങനെ അവർ സുധാകരനെ ഒരു പ്രത്യേക റൂമിലേക്ക് ഇരുത്തി ഊർജതന്ത്രം അധ്യാപകൻ, സാമൂഹ്യ പാഠം അധ്യാപകൻ, കണക്ക് അധ്യാപകൻ കൂടാതെ പ്രധാന അധ്യാപകനും ചേർന്ന് സുധാകരനെ പരീക്ഷിക്കുവാനായി തീരുമാനിച്ചു. ഈ പരീക്ഷയിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കണക്ക് മുഴുവനും ഞങ്ങളിവിടെ തീർക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഊർജതന്ത്രം അധ്യാപകൻ ഒരു ചോദ്യം സുധാകരനോട് ചോദിച്ചു. വൈദ്യുതി എന്നാൽ എന്ത്? സുധാകരൻ പറഞ്ഞു, കാണാൻ കഴിയാത്ത ഈ ഒരു സാധനത്തെക്കുറിച്ച് എനിക്ക് എന്തഭിപ്രായം പറയാനാണ്. അപ്പോൾ ഊർജതന്ത്രം അധ്യാപകൻ പറഞ്ഞു, വൈദ്യുതി കാണാൻ കഴിയുകയില്ല
എന്ന് നിങ്ങൾ പറഞ്ഞത് തികച്ചും സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ഇവിടെ നിന്നും പഠിച്ചതാണ്. എന്നാൽ വൈദ്യുതിയുടെ മൂലമുണ്ടാകുന്നതായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിച്ചില്ല. ആയതിനാൽ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ പകുതി ഉത്തരം ശരിയാണ്. അടുത്തതായി സാമൂഹ്യം അധ്യാപകൻ. ഇതിലേക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും എന്നാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? അങ്ങനെ ലഭിച്ച സ്വാതന്ത്ര്യം പൂർണ്ണമായും നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ആഘോഷിക്കുവാനായി സാധിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ എന്നാണ് എനിക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന ആ വർഷമൊന്നും ഓർമ്മയില്ല. എന്നാൽ അവരുടെ കാലഘട്ടത്തിന് ശേഷം ഞാൻ ഇന്നുവരെ സ്വതന്ത്രനല്ല. ഭാര്യയും മക്കളും എല്ലാവരും നമ്മളെ ബന്ധനസ്ഥരാക്കി ഇരിക്കുകയാണ്. അങ്ങനെ ബന്ധനമാണ് ജീവിതമെന്ന് എനിക്കറിയാം. അല്ലാതെ ബ്രിട്ടീഷുകാരുടെ എന്നാണ് അവർ ഇന്ത്യ വിട്ടുപോയതെന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ സാമൂഹ്യം അധ്യാപകൻ പറഞ്ഞു, വർഷം ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം ഇല്ല എങ്കിലും സ്വാതന്ത്ര്യം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധമുണ്ട്. ഇന്ന് നിങ്ങൾ സ്വതന്ത്രനല്ല എന്ന ഒരു കാര്യവും നിങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അടുത്തതായി കണക്ക് അധ്യാപകൻ. ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്ര ഫീസാണ് ഇവിടെ തിരിച്ച് തരുവാനായിട്ട് ഉള്ളത് എന്നുള്ളതിന് കണക്ക് വലുതുമുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിൽ എഴുതിയിരിക്കുന്ന കണക്ക് ആ കണക്ക് അധ്യാപകൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. കണക്ക് അധ്യാപകൻ അത്ഭുതപ്പെട്ടു. ഇത്രയും കണക്ക് അറിയാവുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിന്നും കണക്ക് പഠിച്ചില്ല എന്ന് പറയുന്നത്? അത് ശുദ്ധ അസംബന്ധമല്ലേ? ജീവിതം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ കണക്ക് എത്ര വ്യക്തമായിട്ടാണ് നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ കണക്കിലും നിങ്ങൾ വിജയം നേടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ നിന്നും നിങ്ങൾ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ അധ്യാപകരിൽ നിന്നും മനസ്സിലാക്കി എന്നുള്ളത് മനസ്സിലായി. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു അജ്ഞാനിയല്ല, യഥാർത്ഥത്തിൽ നിങ്ങളൊരു വിജ്ഞാനി തന്നെയാണ്. ആയതിനാൽ ഒരു കാരണവശാലും ഇവിടെ നിന്നും ഞങ്ങൾക്ക് ഫീസ് തിരിച്ചു നൽകുന്നതിന് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ സുധാകരൻ അത്ഭുത സ്തബ്ധരായി നിന്നു. എല്ലാവർക്കും സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ളതായിട്ടുള്ള വിജ്ഞാനം ലഭിക്കേണ്ടതാണ്. അങ്ങനെ ലഭിക്കാതെ വരുമ്പോഴാണ് അവർ വഴിമാറി സഞ്ചരിക്കുന്നതും തെറ്റായ ദിശയിലൂടെ പോകുന്നതും എന്നാണ് ഈ കഥയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ആയതിനാൽ വിദ്യാർത്ഥികളെ സ്കൂൾ കാലഘട്ടത്തിലും അതേപോലെ തന്നെ കോളേജ് കാലഘട്ടത്തിലും എല്ലാം നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ഒരു പാഠമാണ് പഠിക്കേണ്ടത്. അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അധ്യാപകരിൽ നിന്ന് പഠിച്ചിരിക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത. ശുഭം.